നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ഒടുവില് നിധിയുടെ ബുദ്ധിപരമായ ഇടപെടൽ മൂലം സുഭാഷിനെ സുധീഷിനെ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ പോലീസുകാരൻ കൂട്ടിക്കൊണ്ട് നിധി വീട്ടിലേക്ക് വരികയും അതുപോലെ സുനന്ദയുടെ നാവിൽ തന്നെ ആ സുനന്ദ സത്യങ്ങൾ വിളിച്ചു പറയണം. സുഭാഷിനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് തെറ്റുകാരി, ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അങ്ങനെ സുനന്ദയുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ തന്നെ SI ചീത്ത പറയുന്നുണ്ട്. തന്നെ പോലെയുള്ള അച്ഛന്മാരാടോ ഇന്നത്തെ കാലത്ത് മക്കളുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ. തനിക്ക് നാണമില്ലേ സ്വന്തം മകളെ വെച്ച് ഇങ്ങനെ ഒരു കളി കളിക്കാനായിട്ട്? കാരണം കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്കേക്ക് മക്കളെ വലിച്ചഴിച്ച്, അതും പെൺമകളെ, കല്യാണം കഴിക്കാൻ പ്രായമായ പെൺകുട്ടിയല്ലേ അവള്. അപ്പൊ അവളുടെ ജീവൻ നശിച്ചു പോകാൻ പാകത്തുള്ള പ്രവൃത്തിയല്ലേടോ താൻ ചെയ്തേ. തനിക്ക് എങ്ങനെ ഇങ്ങനെ തോന്നുന്നു? താൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചു. സാറേ, അത് പിന്നെ താൻ കൂടുതലൊന്നും പറയണ്ട. താൻ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ കേസെടുക്കും, കള്ളപ്പരാതി തന്നതിന്റെ പേരില്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതൊന്നും വേണ്ട സാറേ എന്ന് പറയണം. എടോ, ഇവനെ പോലെയുള്ളവന്മാരുടെ പേര് കേസെടുക്കണം. അപ്പോഴേക്കും സുനിതയുടെ അച്ഛൻ പറഞ്ഞു, അത് പിന്നെ സാറേ, എന്നെ കയറി തല്ലിയതുകൊണ്ടാ വീട്ടിൽ കയറി. സുധീഷ് പറഞ്ഞ് വെറുതെ ഒന്നും അല്ലല്ലോ തല്ലിയത്. ഞങ്ങളുടെ ഏട്ടനെ വീട്ടിൽ കയറി തല്ലിയ പിന്നെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കണം സാറേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അയാളോട് പറഞ്ഞു, ഇനി മേല ഇങ്ങനെ കള്ള പരാതിയായിട്ട് വന്നാണ്ടല്ലോ, ഇനി ഇതിന്റെ പേര് നിങ്ങളുടെ മോളെ പോയി ഇങ്ങനെ ഉപദ്രവിച്ചെന്നറിഞ്ഞാൽ നിങ്ങളെന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടാണ് സുനന്ദയുടെ അച്ഛനെ പറഞ്ഞു വിടുന്നത്. അതിനുശേഷം സുഭാഷിനോടൊക്കെ പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ സുധീഷിന്റെ ഭാര്യ വന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിലോ ആ കള്ളപ്പരാതിമേൽ നിങ്ങളിപ്പം ജയിലിലായെന്ന് പറയണം. ഇവളെന്താണല്ലോ ബുദ്ധിമതിയാണ്, ഇവളുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. ഇങ്ങനൊരു പെൺകുട്ടി വീട്ടിലുള്ള നല്ലതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ ഓടിയിട്ട് അവരൊക്കെ വീട്ടിലേക്ക് വരുന്നേ. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം നികേഷ് പറഞ്ഞു, ഏട്ടത്തിയമ്മയുള്ളതുകൊണ്ട് മാത്രം ഞങ്ങളൊന്നും ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, അത് ശരിയാ, ഒരുപക്ഷെ നിധി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇറങ്ങി വരാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളെ രക്ഷിക്കാനൊന്നും ഇതുവരെ ഇങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കി നിന്ന് ചിരിക്കാൻ ആൾക്കാരുള്ളൂ, അല്ലാതെ ഞങ്ങളോടൊപ്പം കൂടാനായിട്ട് ആരും ഇന്നുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയം സുധീഷിന് ഭയങ്കര സന്തോഷമായി. തൻ്റെ ഭാര്യയാണല്ലോ നിധി, അവളാണല്ലോ എല്ലാവരും രക്ഷിച്ച് എന്നൊക്കെയൊരു ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. പിന്നീട് നിധി പറഞ്ഞു, കൃത്യസമയത്ത് സുനന്ദ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാ, അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇറക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും അവൾ കാരണമല്ലേ, അവൾ ഈ വീട്ടിലേക്ക് വരാതിരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ചേട്ടനും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വരുമായിരുന്നോ? നികേഷ് പറഞ്ഞു, ഈ 19 വയസ്സിനുള്ളിൽ എന്നെ അവൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവളിനി ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയണം. ഒരു തെറ്റും ചെയ്യാതെ സുഭാഷ് ഏട്ടനെ വന്ന് വീട്ടിൽ കയറി അവളുടെ അച്ഛൻ തല്ലിയത്, അതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമൊന്നും അല്ല ഏട്ടത്തി എന്ന് പറഞ്ഞു. ആ സമയത്ത് നിധി പറഞ്ഞു, അതെ, അവളെ കുറ്റക്കാരിയാക്കി നിങ്ങൾ ആരും കാണേണ്ട കാര്യമില്ല, അവളുടെ അവസ്ഥ അതാണ്, അവൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, എന്തൊക്കെ അവസ്ഥയാണ് ശരി, അവൾ ചെയ്ത അത്ര ശരിയാന്ന് തോന്നില്ല നിധി, നീ ചെയ്ത കറക്റ്റ്, ആ കൃത്യസമയത്ത് നീ വന്നോണ്ടാ, നീ നല്ല പെർഫെക്റ്റ് ആള്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ, എന്താണ് നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നൊക്കെ പറഞ്ഞു. നിധി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതിന്റെ പേര് നിങ്ങൾ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട, ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചു, പറഞ്ഞു കേട്ടല്ലോ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഉത്തരവുമാണെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ ചിരിക്കുവാണ്. അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് പതുക്കെ മാറി വന്നു. ഇതേ സമയത്ത് വല്ലാത്ത സങ്കടത്തിലിരിക്കുമായിരുന്നു സുനന്ദയുടെ അടുത്തേക്ക് വന്നിട്ട് ദേഷ്യപ്പെടുവാണ്. സുനന്ദയുടെ അമ്മയും അച്ഛനും അമ്മാവനും എല്ലാവരും കൂടെ ചേർന്നിട്ട്, എടി നിന്നെ എന്നെ ചെയ്താൽ മതിയാവും, കുറെ അടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുനന്ദ പറഞ്ഞു, ഇനി എന്നെ തല്ലല്ലമ്മയെന്ന് പറയണം, നിന്നെ തല്ലുമല്ല, നിന്നെ തല്ലി കൊല്ലുക ചെയ്യണ്ടേ. അപ്പോഴേക്കും സുനന്ദയുടെ അച്ഛൻ പറഞ്ഞു, എടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടുന്ന് ഇവിടം വരെ വന്ന് എന്തിനു വേണ്ട? നിന്റെ കല്യാണം നടത്താൻ വേണ്ട, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ട. എന്നിട്ട് നീ ചെയ്ത് എന്താടി? കണ്ടവന്റെ കൂടെ പോയി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പോഴേക്കും ലളിത പറഞ്ഞു, എന്ത് ചെയ്യാൻ എൻ്റെ ഏട്ടാ, ഇങ്ങനെ ഇവിടെ തലതിരിഞ്ഞു പോയി. എടി, നിനക്ക് നിന്റെ അച്ഛനോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ? ഈ കുടുംബത്തോട് സ്നേഹമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ പോലെയുള്ള ഒരുത്തനെ പ്രേമിക്കില്ലായിരുന്നു. എന്നിട്ടോ നീ പോയത് എന്തിനടി അങ്ങോട്ട്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, പോലീസുകാരൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും, എന്റെ സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുഭാഷേട്ടൻ പോലും എന്നാടി നിനക്ക് അവന് സുഭാഷേട്ടനായത്? മിണ്ടിപ്പോയേക്കരുത്, ഒരക്ഷരം മിണ്ടിട്ടുണ്ടോ നിന്നെ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞു. ഇത്തിരി കഴിയുമ്പത്തേനും ചെക്കൻ്റെ കൂട്ടുകാർ വരും. അങ്ങനെ ചെക്കനും കൂട്ടരും വരുമ്പോഴത്തേനും മര്യാദയ്ക്ക് റെഡിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഈ മുഖമൊക്കെ തുടച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ പിന്നെ ജീവനോടെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും സുനന്ദയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ചെറുക്കൻ്റെ വീട്ടുകാരുടെ ഫോൺ കോൾ വരുവാണ്. അവരെത്തിയെന്നും പറഞ്ഞുകൊണ്ട് ദേ അവരെത്തി, ബാ ഗംഗേട്ടാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്വീകരിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി പോണ സമയത്ത് സുനന്ദയോട് പറഞ്ഞു, ലളിത പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ ഈ കരഞ്ഞ മുഖമായിട്ട് അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നെങ്കിലുണ്ടല്ലോ പിന്നെ ഈ ലളിതയുടെ മറ്റൊരു മുഖം നീ കാണും എന്നും പറഞ്ഞിട്ടാണെങ്കിൽ പോകുന്നത്. സുനന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും സുനന്ദയ്ക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല. കാരണം സുഭാഷ് എന്ന് വെച്ചാൽ സുനന്ദയ്ക്ക് അത്ര ജീവനാണ്. സുഭാഷിനോടൊപ്പം അല്ലാതെ ഒരു ജീവിതം ഒരിക്കലും സുനന്ദ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും സുനന്ദയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് ചെറുക്കനും കൂട്ടരെയൊക്കെ സുനന്ദയുടെ അച്ഛനും അമ്മാവനും എല്ലാം ചേർന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. അങ്ങനെ അവർ സംസാരിക്കണ സമയത്ത് ചെക്കൻ്റെ അമ്മ ചോദിച്ചു, അല്ലെ പെണ്ണെന്തിയെ? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് പെണ്ണിനെ വിളിക്കാൻ പറയാം. അപ്പം പെണ്ണിനെ കാണിക്കുന്നതിനും കാണാനും ഒരു മുഹൂർത്തമൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിനെ വിളിച്ചു. സുനന്ദനെ അങ്ങോട്ട് വിളിക്കണ സമയത്തിൽ ലളിത പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ വന്ന് കരഞ്ഞു പിഴിഞ്ഞ് നിന്നിട്ടുണ്ടല്ലോ എൻ്റെ തനി സ്വരൂപം നീ കാണുമെന്ന് പറഞ്ഞു. ഒടുവിൽ ഭീഷണിപ്പെടുത്തി സുനന്ദയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ചെക്കൻ നേരത്തെ പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ചെക്കനെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് വരുകയും ചെയ്തത്. അങ്ങനെ സുനന്ദയാണ് ഈ സമയത്ത് വല്ലാതെ നിൽക്കുകയാണ്. പിന്നീട് സുനന്ദയോട് ലളിത പറഞ്ഞ് ചായ കൊണ്ടേ കൊടുക്കാൻ പറയാണ്. സുനന്ദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ചായയൊക്കെ കൊണ്ടു കൊടുത്തു. ചെറുക്കൻ സുനന്ദയെ നോക്കി ചിരിക്കുന്നുണ്ട്. സുനന്ദയാണ് ചിരിക്കുന്ന പോലുമില്ല. അപ്പോഴേക്കും ചെക്കൻ്റെ അമ്മ ചോദിച്ചു, ഇതെന്താ പെണ്ണ് ചിരിക്കാത്ത? മുഖമൊക്കെ ആകെപ്പാടെ വാടിയിരിക്കുന്നല്ലോ. അത് പിന്നെ അവളങ്ങനെയാ, അവൾക്ക് ഇപ്പം കല്യാണം വേണ്ട, ഇച്ചിരി കഴിഞ്ഞ് മതി, പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടുള്ളൊരു കുഴപ്പമാണെന്ന് പറഞ്ഞു. അതാണല്ലേ, അതിനെന്താ കല്യാണത്തിന് ശേഷം പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദയുടെ അച്ഛൻ പറഞ്ഞു, അത് നല്ല കാര്യമാണ്, അവൾക്ക് ആഗ്രഹമാണെങ്കിൽ അവൾ പോയി പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുനന്ദയോട് പറഞ്ഞു, ഇവിടെ വന്ന് മോളിരിക്കാനൊക്കെ പറഞ്ഞ് സുനന്ദയെ പിടിച്ച് അടുത്തിരുത്തി. പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സുനന്ദ എല്ലാത്തിനും ചെറുതായിട്ട് മാത്രമേ മറുപടി പറഞ്ഞുള്ളൂ. സുനന്ദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞു, അവന് കുറച്ച് ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ച് അറിയാലോ. അപ്പോഴേക്കും സുനന്ദയുടെ അച്ഛൻ പറഞ്ഞു, അത് ശരിയാ, അതെനിക്കറിയാം, അവിടെ ലീവ് കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കമ്പനിയിൽ, ഞാനും അതുപോലെ തന്നെ വന്നിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നല്ല മുഹൂർത്തത്തിൽ കല്യാണം നടത്താനായിരിക്കുമല്ലേ, ഞങ്ങൾക്ക് സമ്മതമാണ്. കാരണം ഞങ്ങൾക്കുള്ള എല്ലാം അവൾ ഒറ്റ മോളേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുവാണെങ്കിൽ അത്രയും നല്ലതാണ്, കാരണം എനിക്കും അധികം ദിവസം ലീവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾക്ക് സമ്മതമെന്ന് പറയണം, വാക്ക് പറഞ്ഞ് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വാക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സുനന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെയാ, സുഭാഷ് അല്ലേ മനസ്സിൽ. പക്ഷേ സുഭാഷ് എന്നല്ല തൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു സുനന്ദയ്ക്ക്. പിന്നീട് സാന്ദ്രയെ കാണാനായിട്ട് നിധി പോവാണ്. അപ്പോൾ സുധീഷാണ് കൂടെ പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര ഒരു കോഫി ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വന്നു. നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അതെ സുഖമാണോ ചേച്ചിൻ്റെ ചോദിക്കുകയാണ്. പക്ഷെ അതിന് മറുപടി ഒന്നും പറയാൻ സാന്ദ്ര കോഫി ഷോപ്പിനകത്തേക്ക് കയറിപ്പോയി. ആ സമയം സുധീഷ് നിധിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നിധി അകത്തേക്ക് കയറി ചെന്നു. ആ സമയത്ത് സാന്ദ്ര പറഞ്ഞു, സോറി കേട്ടോ, കാരണം അന്ന് അങ്ങനെ ഉണ്ടായത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. നിന്നെ അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കത്തിച്ച് കളയുന്നൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വിളിക്കില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, പോട്ടെ ചേച്ചി, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെയുള്ള വെയിറ്റർ 2 കോഫി കൊണ്ടുവന്ന് വെക്കുവാണ്. അല്ല കോഫി ഞാൻ നിനക്കൂടെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ കോഫി കുടിക്കണ സമയത്ത് സാന്ദ്ര ചോദിച്ചു, നിനക്കിത് എന്ത് പറ്റി? നീ അവനെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പാകത്തിന് എന്താ ഉണ്ടായത്? നീ അവന് തമ്മിൽ പ്രേമമെന്നുള്ള കാര്യം നീ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിധി പിന്നീടാണ് ആ കാര്യങ്ങൾ പറയണേ. പ്രേമിച്ച് കല്യാണം കഴിച്ചെന്നോ? ആരെ കല്യാണം കഴിച്ചു? ഞാൻ സുധീഷിനോ? ഒരിക്കലും ഇല്ലാന്ന് പറയാ. പിന്നെയോ ഞങ്ങൾ തമ്മിൽ പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ല, അതൊക്കെ ആക്സിഡന്റിൽ അങ്ങനെ സംഭവിച്ചു പോയതാന്ന് പറഞ്ഞു. സംഭവിച്ചു പോയതാന്നോ? നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു. അത് എന്ത് ചെയ്യാൻ പറ്റും, ആ കല്യാണമൊന്നും നടക്കില്ലായിരുന്നോ? ഞങ്ങൾ രണ്ടും പോരുന്ന സമയത്ത് അവനുണ്ടല്ലോ, ആ സൂര്യ, അവൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ദേഷ്യപ്പെട്ട അവനോട് ഞാൻ. അല്ലായിരുന്നെങ്കിലോ ഇപ്പം എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും അവനുമായിട്ടുള്ള വിവാഹം നടക്കില്ലെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സൂര്യയുമായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുപിടിച്ചതാ സുധീഷിനെ. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയണം. അവന്മാർ പിന്നാലെ വന്നതും ഒടിയിൽ പേടിച്ചു പോലീസ് സ്റ്റേഷനിൽ ഓടിക്കേറിയതും അവിടെ വെച്ച് പോലീസുകാർ തെറ്റിദ്ധരിച്ച് 2 പേരുടെയും കല്യാണം നടത്തി കൊടുത്തൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സാന്ദ്ര വെച്ചു, ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചേ? നിനക്കത് പറയാൻ പാടില്ലായിരുന്നോ? അത് പറയാനായിട്ട് എനിക്കൊരു അവസരം തന്നോ? അല്ല
നിയമപരമായിട്ട് നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തോന്ന് ചോദിച്ചു. വിവാഹം രജിസ്റ്റർ ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്നാ റിസ്ക്കാ, എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് കൊടുക്കണം. അല്ലായിരുന്നേ പ്രശ്നമില്ലായിരുന്നു. ഒരു താലിയായിട്ട് മാത്രമായിരുന്നെങ്കിൽ നിനക്ക് നിൻ്റെതായ രീതിക്ക് പോയിരുന്നു. പക്ഷെ നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഡിവോഴ്സ് അല്ല, അത് പിന്നെ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നൊക്കെ എങ്ങനെ? അതെ, പെട്ടെന്ന് എന്താ, നിനക്ക് ഇഷ്ടപ്പെടാതെ താലി കെട്ടിയതല്ലേ, അപ്പോൾ പിന്നെ ഉറപ്പായിട്ട് നിനക്ക് ഡിവോഴ്സിന് കൊടുക്കാം. ഇനി ഇത് താമസിക്കുന്നതോറും പ്രശ്നമാണ്. നീ അവിടെ നിൽക്കുന്നിടത്തോളം ചിലപ്പം നിനക്ക് ആ വീടുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കൂടത്തുള്ളൂ. അപ്പം നിനക്ക് ആ വീട് വിട്ട് പോരാനായിട്ട് ബുദ്ധിമുട്ട് കാണും. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുക. നീ അവനോട് സംസാരിക്കുക. നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലൊന്നും അല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവെന്ന് പറഞ്ഞു. അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല നിധിക്ക്. പിന്നീട് സാന്ദ്ര പറഞ്ഞു, ഞാൻ പറഞ്ഞതോളൂ, നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുക. അതിനുശേഷം നിനക്കൊരു ജോലി തേടുവോ പഠിക്കാൻ പോവോ എന്ത് വേണമെന്ന് വെച്ചാൽ ആകാം. അവനോടൊപ്പം നിനക്കൊരു ജീവിതം ഇല്ലല്ലോ, നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരൊന്നും അല്ലല്ലോ. നിനക്ക് പിന്നെ ഒരു ജോലി ചെയ്തേടി നിനക്ക് സുഖമായിട്ട് പോയി ജീവിക്കാമല്ലോ. പിന്നെ നിന്റെ ആധാർ കാർഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്നൊക്കെ സാന്ദ്ര ഉറപ്പെടുത്തു. അങ്ങനെ ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് നിധി വരുന്നത്. ഇതെങ്ങനെ സുധീഷിനോട് സംസാരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.